സദസ്സിന് വന്ദനം. ലോക പ്രശസ്ത ശാസ്ത്രജ്ഞൻ ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിന്റെ പരിണാമ സിദ്ധാന്ത പ്രകാരം നിങ്ങളോട് പറഞ്ഞു, എന്നിൽ നിന്നാണ് നിങ്ങൾ ഉണ്ടായതെന്ന്. പരിഷ്കാരത്തിന്റെയും വികസനത്തിന്റെയും വേദിയായി ഈ ലോകം മാറിയപ്പോൾ എന്റെ വാലങ്ങ് മുറിഞ്ഞു. ഇപ്പൊ ഞാനും നിങ്ങളിലൊരാളാ. തലകുത്തിയും കരണം മറിഞ്ഞും നേടാനുള്ളതൊക്കെ നേടി. ഇനിയും എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ പഠിക്കാനിറങ്ങി. എന്നിട്ടോ അഞ്ചന്തിനാണ് തൊള്ളോർക്കണേ. അന്റെ പേസില്ലേ ആ മേശപ്പുറത്ത് കിടക്കണേ. അന്റെ തിരക്ക് പിടിച്ച പൂക്കണ്ട വിചാരിക്കും വിട്ടേക്കെന്തോ അലീകാരുണ്ടാക്കാനാ. തുടങ്ങിയല്ലോ ശരിക്കാൻ. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ചിലരുടെ പൈസ ഉണ്ടായിരുന്നല്ലോ. കണ്ട നിങ്ങളും എന്റെ പൂക്ക് കണ്ട. കഴിഞ്ഞ പെരുന്നാക്ക് പോലും നാട്ടിലായിരുന്നു. വരാൻ വേണ്ടി പറഞ്ഞാല് മതപടിയുണ്ട്, വരാൻ പറ്റൂല ഒക്കെ വിളിച്ചു പറയൂ. ഇനിയിപ്പൊ കുറെ ആറാൻ പറഞ്ഞ ചങ്ങായിമാരുണ്ട്. എന്താ ചെയ്യുന്നേ, ചെറിയാ പോകുന്നേ, ഒരു വിവരമില്ല. അത് അല്ല നീ മാഷെ, നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാണ്ട്. നിങ്ങളെന്തേ കുട്ടികളെ പഠിപ്പിക്കുന്നേ? ഈ നാട്ടിലെ സംസ്കാര നാടതി വിദ്യാഭ്യാസത്തിനാ. ഇവിടെ നടക്കുന്ന പല പ്രശ്നങ്ങൾക്കും നിങ്ങൾ ഉത്തരം പറയേണ്ടി വരുവേ. അല്ല സുഖു, നീ എന്താണ് എന്നോട് സംസാരിക്കുന്നത്? ഈ നാട്ടിലെ സംസ്കാര നാടതി കുടുംബത്തിൽ നിന്നും വ്യക്തികളിൽ നിന്നും സമൂഹത്തിൽ നിന്നുവാ. മനസ്സിലായ? അല്ല അതൊക്കെ ശരിയാ. പിന്നെ മാഷ് അറിഞ്ഞോ, നമ്മുടെ ഹാജയുടെ മോനെ അതിഥിന്ന് വെടിയേറ്റ് മരിച്ചു. വെടിയേറ്റ് മരിച്ച? അല്ല അത് ഞാനിപ്പോ പട്ടാളത്ത് പോയത്. പട്ടാളത്ത് പോയതല്ല മാഷേ, അവൻ തീവ്രവാദിയായിട്ടാ മരിച്ചത്. കൂടെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചേ. പക്ഷേ കൂട്ടുകാരനായാലും നമ്മുടെ ആദ്യത്തെ ഒറ്റയവൻ നമ്മൾ ശത്രുവല്ല മാഷേ. മാഷെ അറിയോ അവനെങ്ങനെയാ മരിച്ചതെന്ന്? നിങ്ങൾ അറിയണം മാഷേ, നിങ്ങൾ അറിയണം. ഈ ഒരു കോട്ടയിലേക്ക് എത്തിച്ചേരുന്ന എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ എത്ര പേര് വന്നിട്ടുണ്ട്? ഞങ്ങൾ 15 പേര് വന്നിട്ടുണ്ട് സാർ. മഹാരാഷ്ട്ര അവൻ 15 സാർ. തമിഴ്നാട് ഞങ്ങൾ 5 പേര് താ വന്നിരിക്കേ സാർ. നിങ്ങൾ എത്ര പേരായാലും പ്രശ്നമില്ല. ഈ രാജ്യത്തെ തകർത്തെറിയണം. ഈ രാജ്യം നമ്മളാരും ഹിന്ദുസ്ഥാനികളല്ല. നമ്മൾ ഇന്ന് അതിർത്തി അടക്കും. ഒരു പക്ഷേ ഇന്ത്യൻ പട്ടാളക്കാരുടെ വെടിയേറ്റ് നമ്മളൊക്കെ മരിച്ചു മണ്ണടിഞ്ഞേക്കാം, ജീവിച്ചേക്കാം. അള്ളാഹുവിന്റെ സ്വർഗ്ഗകവാടം നമ്മൾക്കായി തുറന്നിരിക്കുകയാണ്. ഈ ഒരു വേളയിൽ കൊന്നിക്കാം. ഇത്രയ്ക്കും ഭീകരായിരുന്നോ? അപ്പം ലക്ഷ്മിന്റെ വീടുത്തെ അവസ്ഥയോ അറിയോ? ഓജുമ്മ എന്റെ അമ്മയെ പോലെയാ. ഓന്റെ പെങ്ങൾ ആമിന കൂടെ പാർപ്പ. പിടിച്ചിക്കാൻ കഴിയില്ല പക്ഷേ, പിടിച്ചിക്കാൻ കഴിയില്ല.
കഞ്ഞി കുടിച്ചത്? അജ വയ്യത്തോല അവക്ക് കാണ്ട രാജാവരുത് രാജാവരുത്. കണ്ണുണ്ടായിട്ടും കാഴ്ചയില്ലാത്ത ഈ വർഗത്തിലേക്ക് വരാൻ എനിക്ക് മനസ്സില്ല. പരിണാമ സിദ്ധാന്തം പുറകോട്ട് വരട്ടെ. മതതീവ്രവാദത്തിന്റെയും പകപോക്കലിന്റെയും ഈ നാട്ടിലേക്ക് തിരിക്കുവാൻ എനിക്ക് വയ്യ. ഈ വംശത്തിലേക്ക് തിരിക്കുവാൻ എനിക്ക് വയ്യ. നിങ്ങൾക്ക് എന്റെ മുറിഞ്ഞു പോയ വാല് തരാൻ പറ്റുമോ? നന്ദി, നമസ്കാരം.